മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടി സെക്ഷൻ്റെ ഒരു ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ ടി സെക്ഷൻ്റെ എങ്ങനെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വി ബ്ലോക്കിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിൽ 14ാമത്തെ പേജ് നമ്പറിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു വി ബ്ലോക്കിൻ്റെ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലൊന്ന് നോക്കുക. അപ്പോൾ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് വരാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വി ബ്ലോക്ക് എന്താ? ഞാൻ വി ബ്ലോക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, വി ബ്ലോക്ക് റൗണ്ട് ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്നുള്ളത് വി ബ്ലോക്ക് എന്ന് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ജനറൽ വർക്ക്ഷോപ്പിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? വി ബ്ലോക്കുകൾ പല ടൈപ്പിലുള്ള വി ബ്ലോക്ക് പല സൈസിലായിട്ടുള്ളത്. അപ്പോൾ എന്തിനാ? റൗണ്ട് ഒബ്ജക്റ്റുകളെ, റൗണ്ട് സൈസിലുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വി ബ്ലോക്ക്. അപ്പോൾ അത് എങ്ങനെ വരയ്ക്കാന്നുള്ളതും അതിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ ആണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന വി ബ്ലോക്ക് ഈസ് ഷോൺ ഫിഗർ. ഡ്രോ ദ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ ആൻഡ് റൈറ്റ് സൈഡ് വ്യൂ അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഡയറക്ഷൻ ഓഫ് ആരോ ഷോസ് ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഇവിടെ എഫ് കൊടുത്തിട്ട് ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണോ കാണുന്നത്, ഈ എഫ് എന്ന് എഴുതിയ ഭാഗത്ത്, അത് അവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണോ കാണുന്നത് അതാണ് ഏതായിട്ട് വരയ്ക്കേണ്ടത്? ഫ്രണ്ട് വ്യൂ ആയിട്ട് വരയ്ക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ അപ്പോൾ അതിന്റെ സൈഡ് വ്യൂ ഏത് വരയ്ക്കാൻ പറഞ്ഞാൽ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാനാണ് പറഞ്ഞത്. റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ സൈഡും, ഇതാണ് റൈറ്റ് സൈഡ് ഇല്ലേ? ഇത് നമ്മളിവിടെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ റൈറ്റ് സൈഡാണ്. അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ വരച്ചപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ വരച്ചത്. ലെഫ്റ്റ് സൈഡ് വ്യൂ എവിടെയാണ് വരച്ചത്? റൈറ്റ് സൈഡിലാണ് വരച്ചത്. അപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെവിടെ വരയ്ക്കണം? ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം. കാരണം നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വെച്ചാണ് വരയ്ക്കാൻ പറയുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന് ഏത് സൈഡാണോ വരയ്ക്കേണ്ടത് ആ വരയ്ക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും അത് വരയ്ക്കേണ്ടത്. ഏത് സൈഡാണോ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും ആ വ്യൂ വരയ്ക്കേണ്ടത്. അതായത് ഇവിടെ റൈറ്റ് സൈഡ് വരയ്ക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഏത് സൈഡിലാണ് വരയ്ക്കേണ്ടത്? ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പിക്ചർ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ ഞാൻ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനൊന്നും ഇതിനകത്ത് പഠിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇവിടെ സെയിം ഈ ഭാഗത്ത് ഈ കോർണറിൽ എന്ത് ചെയ്യുക? ബേസ് ലൈൻ വരയ്ക്കുക. അവിടുന്ന് 30 ഡിഗ്രി ഈ വെർട്ടിക്കൽ എന്ന് പറഞ്ഞത് എത്രയാണ്? 90 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തി, പ്രൊട്ടാക്ടർ വെച്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം ആ വരയ്ക്കുന്ന ലൈനുകൾക്ക് പാരലായിട്ടാണ് ഇതിനകത്ത് എല്ലാ ലൈനും വരേണ്ടത്. ഇതിൽ പാരൽ അല്ലാതെ വരുന്ന ഒരു ലൈൻ മാത്രമേ ഉണ്ട്. ഏതാണ്? ഈ ലൈന്, ഈ ആംഗിളിൽ വരുന്ന ലൈന് ആ ലൈനുകൾക്ക് പാരൽ ആയിരിക്കില്ല. അതായത് ഈ വെർട്ടിക്കൽ വരയ്ക്കുന്ന ലൈനുകൾക്ക് പാരൽ ആയിരിക്കില്ല. അതിനെന്ത് ചെയ്താൽ മതി? ഈ ലൈനുകളെല്ലാം പാരൽ വരച്ചതിന് ശേഷം, ഇതിപ്പോൾ നമ്മൾ അളവെടുത്ത് 10 mm ഇവിടെ വരച്ചു, ഇനി ഇവിടെ അളവെടുത്ത് വെർട്ടിക്കൽ നമ്മൾ 10 mm വരച്ചു. ഈ രണ്ട് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ടെണ്ണത്തിന് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ആ കറക്റ്റ് ആംഗിൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു ലൈനിന്റെയും പാരൽ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതായത് ഈ വെർട്ടിക്കലിന്റെയും ഈ ഹൊറിസോണ്ടലിന്റെയും വരച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിലുണ്ടാവുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിന് തമ്മിൽ ഈ രണ്ട് കോർണറിൽ പോയിന്റുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാ കിട്ടുക? ഈ ആംഗിൾ അങ്ങനെ കിട്ടുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് കാണുന്നുണ്ടാവും. ഞാനിത് ഇവിടെ വെട്ടിയിട്ടുണ്ട് അല്ലേ, ഒരു ഹൈറ്റ്. അപ്പൊ അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഒരു തെറ്റുണ്ട്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന അളവ് ഒരു തെറ്റാണ്. ആ അളവ്, ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന അളവ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് വരച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട അളവ് 50 mm ആണ്. അതായത് ടോട്ടൽ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 60 mm ആയിരിക്കും. അപ്പൊ ഇതിന്റെ സൈഡ് വ്യൂ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആൻസറും എന്തായിരിക്കും? തെറ്റായിരിക്കും. കാരണം അളവ് കൊടുത്തിരിക്കുന്നത്, ഡയമെൻഷൻ ചെയ്തിരിക്കുന്നത് തെറ്റായിരിക്കും. കാരണം ഇവിടെ നമ്മൾ 60 എടുത്തു, ഇനി മറ്റേതിൽ നമ്മൾ എത്ര എടുത്തേക്കണേ? 50 ടോട്ടൽ ഹൈറ്റ് നമ്മുടെ ആൻസറിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും എത്ര വരും? ടോട്ടൽ ഹൈറ്റ് 60 വരും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ 50 ആയിട്ട് എടുക്കണം, ഇത് 10 ടോട്ടൽ എടുക്കുമ്പോൾ 60 ഹൈറ്റ് ആയിട്ട് എടുത്താലേ നമുക്ക് ഈ ഫിഗർ കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങളൊന്ന് തിരുത്തിയേക്കണം. ഈ ഭാഗത്ത്, അതായത് 33 എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അത്ര ക്ലിയർ അല്ല ഇവിടെ. ആ 33 പകരം എത്ര എഴുതണം? 50 എന്നാക്കണത്. ഈ 33 പകരം ആ ലെങ്ത് ഹൈറ്റ് എഴുതിയേക്കുന്നത് 50 ആക്കണം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് റെഫർ ചെയ്ത് വരയ്ക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യരുത്? ഹൈറ്റ് 50 എടുക്കരുത്. അതായത് സൈഡ് വ്യൂവിന്റെ ഹൈറ്റ് അതിനകത്ത് കൊടുത്തിട്ട് 50 ആണ്. 50 എടുക്കരുത്. എത്ര എടുക്കണം? 60 എടുക്കണം. കാരണം നമ്മൾ ഇവിടെ 50 + 10, അപ്പൊ 60 ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ മാറ്റം വരും. എന്നാലേ നമുക്കിത് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
അതെന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് ഞാൻ കുറച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞുതരാം എന്തിനാ മാറ്റം വരുത്തി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് കിട്ടി, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ, എക്സ് വൈ ലൈൻ വരയ്ക്കണം അല്ലെ. എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത് റെഫറൻസ് ലൈൻ വരയ്ക്കണം. ഇനി റെഫറൻസ് ലൈൻ വരച്ചിട്ട് നമുക്ക് സൈഡ് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൂടി ചെയ്യണം? എക്സ് ഡാഷ് ലൈനും വൈ ഡാഷ് ലൈനും കൂടി വെർട്ടിക്കലായിട്ട് എക്സ് വൈ ലൈനിന് വെർട്ടിക്കലായിട്ട് നമ്മൾ വരച്ചു അല്ലേ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഫ്രണ്ട് വ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫ്രണ്ട് വ്യൂ വരഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ നോക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാനാണ്. റൈറ്റ് സൈഡ്, ഇതാണ് റൈറ്റ് സൈഡ്. ഈ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ പ്രകാരം റൈറ്റ് സൈഡ് വ്യൂ എവിടെയാ വരികയാണ്? ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ വരണം. അപ്പൊ ഇവിടെ നമ്മൾ ഈ പ്ലസ് പോലെ ഈ വര വരച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയാൻ എവിടെ വരണം? ഇവിടെ വരണം അല്ലെ. അപ്പൊ ഫ്രണ്ട് വ്യൂ ഏത് ഭാഗത്ത് വരയ്ക്കണം? ഈ ഭാഗത്ത് വരയ്ക്കണം. ഈ ഭാഗത്താണ് ഫ്രണ്ട് വ്യൂ വരയ്ക്കേണ്ടത്. അതിന്റെ റൈറ്റ് സൈഡിൽ, സോറി ലെഫ്റ്റ് സൈഡിലാണ് ഏത് വരയ്ക്കേണ്ടത്? ഈ ഫിഗറിന്റെ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ. ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞത് റൈറ്റ് സൈഡ് വ്യൂ ആണ്. അപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ പ്രകാരം റൈറ്റ് സൈഡ് വ്യൂ എവിടെ വരുള്ളൂ? ലെഫ്റ്റ് സൈഡിലേ വരുള്ളൂ. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോ ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് 100 വരുന്നത് 100 mm ആണ് വരുന്നത്. അപ്പൊ 100 ഇവിടെ കുറച്ച് കൂടുതൽ ഗ്യാപ്പ് ഇട്ടു, ഇവിടെ നമുക്ക് കുറച്ച് ഗ്യാപ്പ്, കാരണം ഇതിന്റെ വിഡ്ത്ത് എത്രയേ വരുന്നുള്ളൂ? 50 mm വരുന്നുള്ളൂ. അതിൽ നമുക്ക് ഇവിടെ ബേസ് ലൈൻ ആയിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് ആ ഗ്യാപ്പ് ഇവിടെ നമ്മൾ ഇട്ടാൽ ഇവിടെ കുറച്ച് കൂടുതലും ഇവിടെ കുറച്ച് കുറവും. അപ്പൊ നമ്മൾ ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോകുന്നത് ഈ ഭാഗത്താണ്, ഈ ഭാഗത്ത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ ആയിട്ട് ഏത് വ്യൂ ആണോ, ടോപ്പ് വ്യൂ ആണോ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണോ അല്ലെങ്കിൽ സൈഡ് വ്യൂ ആണോ, ഏത് വ്യൂ ആണോ ആ വ്യൂവിന്റെ ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഷെയ്ഡ് ചെയ്തും വ്യത്യസ്തമാക്കുക. കാരണം നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത് ഒരു ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ട്, നിങ്ങൾ ഇങ്ങനെ കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ച് പല രീതിയിലുള്ള ഷെയ്ഡുകൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയാണോ ഈസി അതേപോലെ ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇവിടുന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് ഇട്ടിട്ട് ആരോ ഇട്ടേക്കണം ഈ ഭാഗത്താണ്. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് നമുക്ക് കാണുക? അല്ലെ, എം പോലത്തെ ഒരു ഷേപ്പാണ് നമുക്ക് കാണുക. അപ്പൊ അതാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ് ആക്സസും എക്സ് വൈ ലൈനും എക്സ് ഡാഷ് വൈ ഡാഷ് ലൈനും വരച്ചു കഴിഞ്ഞു. അതിന്റെ അവിടുന്ന് ഒരു 1 സെന്റിമീറ്റർ എങ്കിലും, അതായത് 10 mm എങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ മാറിയിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടുന്നും എത്ര mm? 10 mm. അത് കൂടുതലായാലും കുഴപ്പമില്ല. ഇപ്പൊ 20 mm 30 mm ആയാൽ കുഴപ്പമില്ല. അതിന് പകരം അതപ്പോ എന്ത് ചെയ്യണം? എല്ലാ ഭാഗത്തും അതേ അളവ് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഈ 30 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഭാഗത്തും ഇവിടുന്ന് ഇങ്ങോട്ട് 30 കൊടുക്കണം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് 30 കൊടുക്കണം. താഴേക്ക് വരയ്ക്കണം 30 കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 20, 10, 30 നമുക്ക് കൊടുക്കാം. കൂടുതൽ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് 10 mm ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ നിന്നും 10 mm മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഈ കോർണർ തന്നെ ഏത് കോർണറാണ്? ഈ കോർണർ ആണത് അല്ലെ, ലെഫ്റ്റ് സൈഡ്. നമ്മൾ ഇവിടുന്ന് നോക്കുകയാണ്, എഫ് എന്ന ഭാഗത്ത് നമ്മൾ നോക്കുന്നു. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗം അതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്നത്. ഈ ഏരിയയുടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവിടുന്ന് ഈ ബേസ് ലൈൻ ഇവിടുന്ന് ഇവിടം വരെ എത്ര ലെങ്ത് കൊടുത്തിരിക്കുന്നത്? 30 mm. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇവിടം വരെ 30 mm ലെങ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഗ്യാപ്പ് എത്രയുള്ള 40 mm. 40 mm ഞാൻ ഒന്നും വരച്ചില്ല, സ്കെയിൽ അവിടെ തന്നെ വെച്ചേക്കാണ്. ഞാൻ അനക്കാതെ സ്കെയിൽ വെച്ചു. അതിനുശേഷം വീണ്ടും എത്രയാണ് കൊടുത്തേക്കുന്നത്? 30 mm ഞാൻ വീണ്ടും ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു 10 mm വിടുന്നതുകൊണ്ട് നിങ്ങൾ അളവെടുക്കുന്നത് കൃത്യമായിട്ട് എടുത്തോണം. ഇവിടെ എത്രയ്ക്കണം? 30 mm വേണം. ഇവിടെ ഇങ്ങോട്ട് 40 mm ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും 30 mm. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഈ ഹൈറ്റ് എത്രയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്? ഈ ഹൈറ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 10 mm കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മുകളിലേക്ക് 10 mm എടുത്തു. ആ സൈഡിൽ 10 mm ആണെങ്കിൽ ഈ സൈഡിൽ എത്രയായിരിക്കും? അത് 10 mm ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെയും 10 mm മുകളിലേക്ക് എടുത്തു. ഇനി നമ്മൾ ഈ ഭാഗത്തുള്ള ഹൈറ്റ് എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ആ ഹൈറ്റ് കൊടുത്താ ഇവിടെ 20 കൊടുത്തിട്ടുണ്ട്. 20 ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 20 ഹൈറ്റ് ഞാൻ മുകളിലേക്ക് എടുത്തു. ഈ 20 ഹൈറ്റ് മുകളിലേക്ക് എടുത്തു. ഇതൊക്കെ ഞാൻ പാരലായിട്ടും അതുപോലെ പെർപെൻഡിക്കുലർ ആയിട്ടും ലൈനുകൾക്ക്, ഇപ്പൊ ഈ വരച്ച ലൈനിന്റെ പാരലായിട്ട് ഇത് വരച്ചിരിക്കുന്നത്. അതിന്റെ എങ്ങനെയാണ് പാരൽ വരയ്ക്കുക? സ്കെയിലും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കുക എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇവിടെ 2 ലൈൻ വരച്ചു. ഇനിയിപ്പോ നിങ്ങൾക്ക് തോന്നും ഈ സ്ലൈഡ്സ് കാണുമ്പോൾ ഇതിനകത്ത് കുറച്ച് ചെരിവും വളവും ഉള്ള പോലെ തോന്നും. കാരണം അത് വേറൊന്നുമല്ല, ഞാനിത് സ്കാൻ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന വളവുകളാണ്, അല്ല വരച്ചതിന്റെ വളവല്ല അത്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് സാറ് വരയ്ക്കുമ്പോൾ ഫുള്ള് വളഞ്ഞാണല്ലോ ഇരിക്കണേ എന്നിട്ട് ഞങ്ങളോട് നേരെ വരയ്ക്കാൻ പറയേണ്ടത് വിചാരിക്കണ്ട. കാരണം ഇത് വരയ്ക്കുന്നത് കറക്റ്റ് ആണ്, പക്ഷെ
സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ പേപ്പറിന്റെ വളവും ചെരിവും കാരണം അല്ലെങ്കിൽ പൊങ്ങിയോ താണോ ഇരിക്കുന്നത് കാരണം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ടൊന്ന് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും അതിന്റെ റീസൺ എന്നുള്ളത്. ഓക്കെ ഓക്കെ എനിവേ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഞാൻ വെർട്ടിക്കലായിട്ട് 20 mm ഞാൻ ഇവിടേക്ക് വരച്ചു. ഇനി നമ്മൾക്ക് ഈ ഹൈറ്റ് ഇവിടെ നമ്മൾ ഒരു ലൈൻ ആയിട്ടുണ്ട് അല്ലേ, ഇവിടെ ഒരു ലൈൻ ആയിട്ടുണ്ട്, ഈ ബ്ലൂ കളറിൽ ലൈൻ ആയിട്ടില്ലേ. അപ്പൊ ഈ ഹൈറ്റ് ഞാൻ ഇവിടെ ലൈൻ ആയിട്ട് എടുത്തു. അതുപോലെ ഈ ലെങ്ത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര അളവ്, 15 mm കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് 15 mm, അപ്പൊ ആ സൈഡിൽ അത് എന്തായിരിക്കും, അത് സെയിം തന്നെയായിരിക്കും. അപ്പൊ 15 mm ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടെ ഞാൻ 15 mm ഇത് തമ്മിൽ ഞാൻ കൂട്ടി മുട്ടിച്ചു. കാരണം ഇത് നമുക്ക് 40 mm നമുക്ക് ഓൾറെഡി അറിയാം, ഈ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് 40 mm ആണ്. അപ്പൊ നമ്മളിവിടെ 20 mm ഹൈറ്റ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. 20 mm ഹൈറ്റ് ഇത്. ഇനി 40 mm നമ്മൾ ലൈൻ വരച്ചു, മുകളിൽ ലൈൻ വരച്ച് മുട്ടിച്ചു. അത് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കുള്ള ലെങ്ത്, ഈ ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞു എത്ര നമ്മൾ എടുത്തത്, ഇവിടെ നമ്മൾ പറഞ്ഞു 33 അല്ല, അതിന് പകരം നമ്മൾ ക്വസ്റ്റ്യനിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു ആ ലെങ്ത് എടുത്തത്, ഇത് 10ഉം ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 50ഉം ആയിട്ടാണ് നമ്മൾ എടുത്തത്. 50 ആയിട്ടും ഇത് 10 ആയിട്ടും. അപ്പൊ ടോട്ടൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് 60 mm ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഡിസ്റ്റൻസ് ഇവിടെ മുകളിൽ കാണിച്ചു ഈ ലൈൻ, ആ ലൈൻ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട് 10 mm ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 10 mm ഞാൻ ഈ ലൈൻ വരച്ചു. അത് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇത് ഇങ്ങോട്ട് ഈ ഭാഗത്ത് ഇങ്ങോട്ട് എത്രയുണ്ട്, 10 mm ഞാൻ ലൈൻ വരച്ചു, 10 mm ലൈൻ വരച്ചു. ഇനി ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിന്ന് നേരെ ഇത്, അതായത് ഈ വരച്ച ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ താഴേക്ക്, അതായത് ലൈറ്റ് ആയിട്ട് ഞാൻ ലൈൻ താഴേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലും അതേപോലെ ഈ വരച്ച വെർട്ടിക്കൽ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ താഴേക്ക് വരച്ചിട്ടുണ്ട്. ഇനി അത് എന്തിനാന്നുള്ളതാണ്. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഈ കാണുന്ന ഈ ഒരു കുഴി പോലെ ഇരിക്കുന്ന ഭാഗമാണ് അല്ലെ, ഈ ഡിപ്പാണ്, ഈ ഭാഗമാണ്. ഈ ഭാഗം നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഇതിനകത്ത് നമുക്ക് അളവ്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള അളവ്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള അളവ് നമുക്ക് എന്ത് തന്നിട്ടില്ല അവിടെ അല്ലെ, തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അത് വരയ്ക്കാൻ വേണ്ടി നമ്മളൊരു അപ്രോക്സിമേറ്റ് എടുത്താലും പോരാ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വി ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു റൗണ്ട് ഒബ്ജക്റ്റുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞു. ആ വി ബ്ലോക്കിന്റെ ഈ ആംഗിൾ, അതായത് ഈ ഇരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ ഉണ്ടല്ലേ, ഈ ചെരിഞ്ഞിരിക്കുന്ന ഈ ഭാഗമല്ലേ, ഈ രണ്ട് പ്രതലവും കൂടി ചേർത്ത് വെച്ചാൽ അതിന് കിട്ടുന്ന ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ വർക്ക്ഷോപ്പിൽ പഠിച്ചിട്ടുണ്ടാവും, 90 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ, 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ അളവ് ഇവിടെ തന്നിട്ടില്ല സ്ഥിതിക്ക് നമുക്കറിയാം വി ബ്ലോക്കിന്റെ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ ഈ ഡിസ്റ്റൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അത് വരയ്ക്കാനാണ് നമുക്കിനി അടുത്തത് നോക്കുന്നത്. അപ്പൊ അത് വരയ്ക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ അളവ് മാറ്റിയത് അത് കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ കൊടുത്ത അളവിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് മാറ്റിയത്. അത് നമുക്കൊരു പ്രിന്റിങ്ങിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്. ശരിക്കും 50 നല്ല 60 ആണ് കൊടുക്കേണ്ടത്, ടോട്ടൽ ഹൈറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യുമ്പോൾ നോക്കാം. ഇനിയപ്പോൾ നേരത്തെ നമ്മളിവിടെ ഒരു ലൈൻ വരച്ചിരുന്നു അല്ലെ, വെർട്ടിക്കൽ, അതായത് ഇതിന് പാരലായിട്ട്, വെർട്ടിക്കലിന് പാരലായിട്ട് ലൈൻ വരച്ചിരുന്നു. സെറ്റ് സ്ക്വയർ ഈ ലൈനിൽ, ഈ ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ച ലൈനിൽ സെന്റർ ചെയ്തിട്ട് ആ ലൈനിനെ വെക്കുന്നു, അതായത് നമ്മൾ നേരത്തെ വരച്ച ലൈനിൽ വെക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഡിഗ്രി, 45 ഡിഗ്രി ഞാനിവിടെ അടയാളപ്പെടുത്തി. 45 ഡിഗ്രി, ഇതാണ് 40 ഇവിടെ 45 ഡിഗ്രി ഞാനിവിടെ അടയാളപ്പെടുത്തി. തിരിച്ച് അതേപോലെ തന്നെ അടുത്ത സൈഡിലും ഞാൻ ഇതേപോലെ അടയാളപ്പെടുത്തി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിനോട് ചേർത്ത് വെച്ചു, ഈ പോയിന്റിൽ ചേർത്ത് വെച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയും 45 ഡിഗ്രിയിൽ ഞാൻ അടയാളപ്പെടുത്തി. ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് എന്താ നോക്കാം. ഇനി ഞാൻ ആ 45 ഡിഗ്രി, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വരച്ച് കിട്ടിയത് 45 ഡിഗ്രി ഇവിടെയാണ്. ആ 40 ഇത് അടയാളപ്പെടുത്തുമ്പോൾ മാറിപ്പോരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തി അപ്പം തന്നെ വരയ്ക്കുക. ഓരോന്ന് അടയാളപ്പെടുത്തി അപ്പം തന്നെ വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പൊ ഈ വര ഇവിടെ വരും, അടുത്ത വര വേറെ സ്ഥലത്ത് വരും. അപ്പൊ ഇത് 45 ഡിഗ്രി നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഒരു ലൈൻ മാർക്ക് ചെയ്ത ഉടനെ തന്നെ അവിടെ 45 ഡിഗ്രി വരയ്ക്കുക, നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ 45 ഡിഗ്രി വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ലൈൻ കിട്ടും. ഈ രണ്ട് ലൈന് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, അത് എത്ര ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ഭാഗം 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മുടെ ആംഗിള് നമ്മുടെ വി ബ്ലോക്കിന്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണെന്ന് ഞാൻ പറഞ്ഞത്, 90 ഡിഗ്രി. നമുക്കിവിടെ 90 ഡിഗ്രി കിട്ടിയില്ലേ, 90 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് ഇവിടുത്തെ അടവുകളിലേക്ക് പോവാം. അടവുകളിലേക്ക് എന്താ പറയുന്നത്, അതായത് ഈ എഡ്ജിൽ നിന്ന് താഴേക്ക് എത്രയാണ്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ താഴെ ഡെപ്ത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 10 mm ആണ് കൊടുത്തിരിക്കുന്നത്. 10 mm ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയും, വിഡ്ത്ത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 10 mm കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് 10 mm എവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക.
10 mm, അതായത് സ്കെയിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു സ്കെയിൽ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, 10 mm ഈ രണ്ട് ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ എവിടെ വരുന്നു എന്ന് ഞാൻ ചെക്ക് ചെയ്തു. ഈ രണ്ട് ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ 10 mm എവിടെ കിട്ടുന്നത്, ലൈൻ സ്കെയിൽ മുന്നോട്ടോ പുറകോട്ടോ നീക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഈ ലൈനുകൾ 10 mm ഈ ലൈനുകൾ ഇവിടെ ഈ 10 0-ലും ഇത് 1-ലും അങ്ങനെ ആ രീതിയിൽ വരുന്ന രീതിയിൽ, അത് ഈ ലൈനിൽ തന്നെയല്ലേ? അതെ, ഈ ലൈനിൽ തന്നെയാണ്. ആ രീതിയിൽ വരുന്നതിന് ഞാൻ സെറ്റ് ചെയ്തു. ഇനി അവിടെ ഒരു പോയിന്റ് ഇട്ട് വെച്ചു. ഞാനൊരു പോയിന്റ് ഇട്ട് വെച്ചു. ഇവിടെ 2 പോയിന്റ് ഇട്ട് വെച്ചു. അവിടുന്ന് നേരെ 10 mm ഡെപ്ത് പറഞ്ഞിരിക്കുന്നത് എത്രയാ? 10 mm ആണ് ഡെപ്ത് പറഞ്ഞിരിക്കുന്നത്. ഈ 10 mm ഡെപ്തിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. 10 mm ഡെപ്തിലേക്ക്. ഇതൊക്കെ ലൈറ്റ് ആയിട്ട് വരയ്ക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് മായ്ച്ചു കളയേണ്ടതാണ്. അപ്പോൾ 10 mm ഡെപ്തിലേക്ക് ഞാൻ ലൈൻ വരച്ചു. ഇനി ഇതിന്റെ വിഡ്ത്ത് എത്രയാ പറഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ വിഡ്ത്ത് അത് 10 mm ആണ്. അപ്പൊ ഈ 10 mm ഇതിനെ കൂട്ടി യോജിപ്പിച്ച് ഞാൻ ലൈൻ വരച്ചു. ഓക്കെ, ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ ആംഗിൾ എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. ഇനി ഈ 10 mm ഡെപ്ത് കിട്ടി, 10 mm വിഡ്ത്തും നമുക്ക് ഇവിടെ കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? കിട്ടി. അപ്പൊ ഇത് എവിടെ കിട്ടി? ഇത് നമുക്ക് ഈ ലൈൻ വരച്ച് 45 ഡിഗ്രിയിൽ നമുക്ക് ലൈൻ വരച്ച് ഇന്റർസെക്ട് ചെയ്ത ഭാഗത്തിന്റെ മുകളിലേക്ക് നമ്മൾ 10 mm അടയാളപ്പെടുത്തി വെച്ചു. അതായത് ഇത് രണ്ടും കൂടി കിട്ടുന്ന ഭാഗം 10 mm ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. അവിടുന്ന് വീണ്ടും താഴേക്ക് 10 mm വരച്ചു. 10 mm വരച്ച് ഈ ലൈൻ കിട്ടി. അടിയിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി ഈ പോയിന്റ് മുതൽ ഇവിടം വരെയുള്ള നമ്മൾ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് ഈ ഭാഗം കിട്ടി. അതായത് ഈ കിട്ടുന്ന ഈ ഭാഗമല്ലേ, നോക്കിയോ ഇവിടെ ഈ ഡെപ്ത് നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഈ ആംഗിൾ എത്രയാത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ വരച്ചത്. അപ്പൊ ഇനി അടുത്തതിൽ നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിച്ചു. ആവശ്യമില്ലാത്ത ലൈനുകളെല്ലാം നമ്മൾ മായ്ച്ചു കളഞ്ഞു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഹൈറ്റ് മാറ്റിയെന്നുള്ളത്. നമ്മൾ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ 50 mm എടുത്തിട്ടുള്ളെങ്കിൽ ഇവിടെ നമുക്ക് ഇത്രയും ഗ്യാപ്പ് കിട്ടില്ല. ഒരു 3 mm ഗ്യാപ്പ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ആണ് ഇതിന്റെ അളവ് 60 mm നമ്മൾ എടുക്കുന്നത്. അതാണ് അതിന്റെ ഒറിജിനൽ ലെങ്ത്തും 60 mm ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിലൂടെ അളവ് കെടുത്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടണമെന്ന് മനസ്സിലായല്ലോ? അല്ലാതെ നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് 10 mm എടുക്കുകയല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും എപ്പോഴും. ഏത് വി ബ്ലോക്കിന്റെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആ 90 ഡിഗ്രി ആംഗിൾ കിട്ടുന്ന രീതിയിൽ നമ്മൾ വരച്ചുണ്ടാക്കിയാൽ എന്ത് കിട്ടും? കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ അളവ് കിട്ടും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ അളവ്, ഈ ഗ്യാപ്പ്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഗ്യാപ്പ് നമുക്ക് തന്നിട്ടില്ല. ഡ്രോയിങ്ങിൽ ഒരു സ്ഥലത്തും തന്നിട്ടില്ല. അപ്പൊ അത് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മളിവിടെ ലൈൻ വരച്ചു. ഇവിടുന്ന് ഈ എഡ്ജിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ അവിടുന്ന് 45 ഡിഗ്രി ഇവിടുന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും പ്രൊട്രാക്ടർ വെച്ച് ഇവിടുന്ന് 45 ഡിഗ്രി മാർക്ക് ചെയ്തു. ഈ 45 ഡിഗ്രി മാർക്ക് ചെയ്ത ലൈനുകൾ നമ്മൾ ലൈറ്റ് ആയിട്ട് വരച്ചു. വരച്ചു കഴിഞ്ഞ സമയത്ത് നമുക്കൊരു പോയിന്റ് ഇന്റർസെക്ട് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക്, അതായത് ഈ ഗ്യാപ്പ് 10 mm വരുന്ന രീതിയിൽ സ്കെയിൽ ചെയ്യാൻ വെച്ച് നോക്കി. എവിടെയാണ് ഈ രണ്ട് പോയിന്റിലും കൂടി ആയിട്ട് 10 mm ഗ്യാപ്പ് കിട്ടുക എന്നുള്ളത്. ആ ഭാഗത്ത് ഒരു പോയിന്റ് ഇട്ട് വെച്ചു. രണ്ട് പോയിന്റുകൾ ഇട്ട് വെച്ചു. ആ പോയിന്റിൽ നിന്ന് 10 mm താഴേക്ക് വീണ്ടും വരച്ചു. ഇവിടെ നിന്ന് താഴേക്ക് 10 mm വരച്ചു. രണ്ടിനെയും തമ്മിൽ അടിയിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഈ എഡ്ജിൽ നിന്ന് നമ്മൾ നേരത്തെ വരച്ചു വെച്ചിരുന്ന ഈ 10 mm വരച്ചിരിക്കുന്ന ഈ എഡ്ജിലേക്ക് ഒരു ലൈൻ ഞാൻ വരച്ചു. അതിന് അളവൊന്നും നമ്മൾ എടുത്തില്ല. രണ്ട് തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതല്ല ഈ ഭാഗത്ത് അതിൽ ചെയ്തു. അപ്പൊ നമുക്ക് ഡ്രോയിങ്ങിൽ കൊടുത്തിരിക്കുന്ന അതേ അളവിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു അളവ് തന്നിട്ടില്ലെങ്കിൽ, വി ബ്ലോക്കിന്റെ അളവ് ഇവിടെ തന്നിട്ട് ഗ്യാപ്പ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഇപ്പൊ ഗ്യാപ്പ് തന്നു ചോദിച്ചു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതി എടുക്കണോ? വേണ്ട, എടുക്കേണ്ട ആവശ്യമില്ല. ഡ്രോയിങ്ങിൽ ആ ഗ്യാപ്പ് തന്നിട്ടില്ല, ആ ഗ്യാപ്പ് മാത്രം വരച്ച് ഈ ആംഗിൾ എടുക്കാതെ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ സൈഡ് വ്യൂവും അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.